ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. അപ്പോൾ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ചെയ്യണം. ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 12 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. യാൺ ഓവർ ചെയ്യുക. 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്ത് തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു അടുത്ത 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ ഈ ഒരു റോ മുഴുവനും ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ബിഗിനേഴ്സ് ആകുമ്പോൾ ഞാനിപ്പോൾ 10 ചെയിനാണ് ഇട്ടത്. പക്ഷേ നിങ്ങൾ ബിഗിനേഴ്സ് ആകുമ്പോൾ അതിൽ കൂടുതൽ ചെയിൻസ് ഇട്ടിട്ട് ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്ക് ഒരു വർക്കുകൾ നീറ്റിൽ കിട്ടുള്ളൂ. എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് നമ്മളെ വർക്ക് നല്ല നീറ്റിൽ കിട്ടും. അപ്പം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സ്റ്റിച്ചസൊക്കെ നീറ്റിൽ പഠിച്ചാലേ നമുക്ക് പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ നല്ല നീറ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ക്രോഷ്യ പഠിക്കുമ്പോൾ മടി ഉണ്ടാവാൻ പാടില്ല. നമ്മൾ മാക്സിമം നമ്മൾ കിട്ടുന്ന ടൈമിലൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് നോക്കണം. നമ്മളെ വർക്ക് ക്യൂട്ട് ഉണ്ടെങ്കിലേ നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് ലാസ്റ്റ് ചെയിനിലും നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഫസ്റ്റ് 3 ചെയിൻ നമ്മൾ ഒരു സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യും. എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുക എത്ര സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടെന്ന്. ഇനി വീണ്ടും 1 2 3 ചെയിൻസ് ചെയ്യുക. വർക്ക് ടേൺ ചെയ്യുക. നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്തത് ഈ ഒരു സ്പേസിലൂടെയാണ്. ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെയുള്ള ഒരു സ്പേസിലൂടെയാണ് താഴെ ചെയ്ത സ്റ്റിച്ചിൻ്റെ ഈ ഒരു സ്പേസിലൂടെയാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളിതിൻ്റെ ബാക്ക് പോസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് പോസ്റ്റ് ചെയ്യാൻ നമ്മൾ അടി കൂടിയ ഇങ്ങനെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഇപ്പോൾ ഫ്രണ്ട് പോസ്റ്റിൽ ഇങ്ങനെ ആണെങ്കിൽ ഇത് നമ്മൾ അടിയിലൂടെയാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് താഴത്തേക്ക് ഇങ്ങനെ എടുക്കും. എന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ചസ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് യാൺ ഓവർ ചെയ്യണം. ഇത് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ആയതുകൊണ്ട് നമുക്ക് യാൺ ഓവർ ചെയ്യണം. യാൺ ഓവർ ചെയ്ത് അടിയിലൂടെ ഇങ്ങനെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പിലൂടെ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ താഴത്തോട്ട് ഒരു സ്റ്റിച്ചിൻ്റെ സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ താഴത്തോട്ട് ഇങ്ങനെ എടുത്തിട്ട് കേട്ടോ. എന്നിട്ട് യാൺ ഓവർ ചെയ്യാം. അതിലൂടെ തന്നെ ഹുക്ക് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഫസ്റ്റ് ചെയ്ത 3 ചെയിൻ നമ്മളൊരു ചെയിനായിട്ട് ഒരു സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യും. ഇനി അടുത്തത് താഴെ ചെയ്ത 3ാമത്തെ സ്റ്റിച്ചിൻ്റെ ഇങ്ങനെ താഴത്തു കൂടി മുകളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് യാൺ ഓവർ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്ത് തൊട്ടടുത്ത സ്റ്റിച്ചിൻ്റെ താഴെ ചെയ്ത സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്ത സ്റ്റിച്ചിൻ്റെ താഴെ കൂടിയ മുകളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. അങ്ങനെ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ ഈ ഒരു പാറ്റേൺ മുഴുവൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്രണ്ട് പോസ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു ബാക്ക് പോസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ഫസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് വെച്ചാൽ നമുക്ക് ഗ്യാപ്പൊക്കെ നല്ലോണം കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഡബിൾ ക്രോഷ്യ കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത് സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടാണ്. പക്ഷേ സിംഗിൾ ക്രോഷ്യ ആകുമ്പോൾ ചെറിയ ഗ്യാപ്പുകളാവും കാണുക. അപ്പോൾ കാണാനൊക്കെ ബുദ്ധിമുട്ടാവും. ഇതിപ്പോൾ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഗ്യാപ്പ് നല്ലൊരു ഗ്യാപ്പിൽ കാണാൻ പറ്റും. ട്രിപ്പിൾ ക്രോഷ്യ ആകുമ്പോൾ കുറച്ചും കൂടി വലിയ ഗ്യാപ്പാവും. അപ്പം അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് നല്ലോണം, നിങ്ങൾക്ക് ബിഗിനർ അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഈ ഒരു സ്റ്റിച്ചസ് ചെയ്യുന്നത്. അപ്പോൾ യാൺ ഓവർ ചെയ്യുക. ഈ താഴത്തെ കൂടി മുകളിലേക്ക് എടുക്കുക. ഇങ്ങനെ നമുക്ക് ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ താഴെ ചെയ്ത ഏതാണോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതിൻ്റെ നേരെ താഴത്തു കൂടി തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പോസ്റ്റും ബാക്ക് പോസ്റ്റും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പല പാറ്റേൺസും ഉണ്ടാക്കുക.
അപ്പം അത് ഇനിയുള്ള ആ ക്ലാസ്സുകളൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതിൽ താഴെ നമുക്ക് എത്ര സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുക. എന്നിട്ട് സെക്കൻഡ് റൗണ്ടിലും അത്ര സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഇനി ലാസ്റ്റ് ചെയിൻ ഉണ്ടല്ലോ, ലാസ്റ്റ് ഒരു ചെയിൻ എന്ന് പറയുന്നത് നമ്മൾ 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ചെയിനാണ്. അതിലും നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഒരു സ്റ്റിച്ച് ചെയ്യണേ. ബാക്ക് പോസ്റ്റ് സ്റ്റിച്ച് ആയാലും ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച് ആയാലും ഒക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ആ കറക്റ്റ് നമ്പർ താഴെ ചെയ്ത അത്രയും സ്റ്റിച്ചസ് മുകളിലേക്കും കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അതിൻ്റെ ബാക്കും ഇങ്ങനെയാണ് ഉണ്ടാവുക, ഫ്രണ്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക, ഒരു ലൈൻ പോലെ ഉണ്ടാവും. ഇനി ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഹുക്ക് ഇങ്ങനെ വലിച്ച് പുറത്തേക്ക് എടുക്കുക, ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു റോൾ ഇങ്ങനെ കിട്ടും. ഇതാണ് അതിൻ്റെ ഫ്രണ്ട്, ഇത് മറ്റേത് ബാക്കാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാൻ ഫസ്റ്റ് നമുക്ക് സ്ലിപ്പ് നോട്ട് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 10 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്ത് മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ യാൺ ഓവർ ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെ നമ്മൾ ഒരു റോ മുഴുവനും ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഇത് സെയിം തന്നെ, നമ്മൾ നേരത്തെ ഡബിൾ ക്രോഷ്യ ചെയ്ത സെയിം തന്നെയാണ്. അപ്പം ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിൽ നമ്മൾ താഴെ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് തന്നെ ചെയ്യുക. ഫ്രണ്ട് പോസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ബാക്ക് പോസ്റ്റ് ചെയ്യുന്നത്. ഈ ലാസ്റ്റ് ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6 7 8 9 9 സ്റ്റിച്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ചെയിൻ 2 ചെയ്യുക. നമ്മൾ വർക്ക് ടേൺ ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ യാൺ ഓവർ ചെയ്യുക. താഴെ ഭാഗത്ത് കൂടി ഇങ്ങനെ ആ ഒരു സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വീണ്ടും താഴത്തേക്ക് ആക്കി കൊടുക്കുക. അതിന് ശേഷം മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. വീണ്ടും യാൺ ഓവർ ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൻ്റെ താഴത്തെ കൂടി പിന്നെ അതിൻ്റെ മുകളിൽ കൂടി എടുത്തിട്ട് വീണ്ടും താഴത്തേക്ക് എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. വീണ്ടും യാൺ ഓവർ ചെയ്യുക, താഴത്തെ കൂടി മുകളിലേക്ക് വലിക്കുക. ആ ഒരു സ്റ്റിച്ചിൻ്റെ ഇതിനെടുത്തിട്ട് താഴത്തേക്ക് എടുക്കുക. ഹുക്ക് എടുത്തിട്ട് യാൺ ഓവർ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. വീണ്ടും യാൺ ഓവർ ചെയ്യുക, തൊട്ടടുത്ത സ്റ്റിച്ചിൻ്റെ താഴെ കൂടി മുകളിലേക്ക് എടുക്കുക. ഇനി ആ സ്റ്റിച്ചിൻ്റെ നേരെ താഴത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, വീണ്ടും മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. ഈ ഒരു പാറ്റേൺ നമുക്ക് ഒരു എൻഡ് വരെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് താഴെ 9 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടിയത്. ഇനി നമുക്ക് ഈ ഒരു മുകളിലും ചെയ്യുമ്പോൾ 9 സ്റ്റിച്ച് തന്നെ കിട്ടണം. എത്ര ചെയിൻ സ്റ്റിച്ചാണോ നിങ്ങൾ എടുത്തത് അതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് റൗണ്ട് ചെയ്യുക. ഫസ്റ്റ് റൗണ്ട് ചെയ്തിട്ട് ഫസ്റ്റ് റൗണ്ട് നിങ്ങൾക്ക് എത്ര സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുക. അത്രയും സ്റ്റിച്ച് തന്നെ സെക്കൻഡ് റൗണ്ടിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ നമ്മൾ ബാക്ക് പോസ്റ്റും ഫ്രണ്ട് പോസ്റ്റും ഒക്കെ പഠിക്കുമ്പോൾ ഒരു റൗണ്ട് തന്നെ ചെയ്ത് പഠിച്ചാൽ മതി. ഇനി അടുത്ത റൗണ്ട് സെക്കൻഡ് റൗണ്ട് ചെയ്ത് പഠിച്ചാൽ മതി. തേർഡ് റൗണ്ട് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ വർക്ക് ടേൺ ചെയ്ത് ചെയ്യുമ്പോൾ സ്റ്റിച്ചസ് മാറിപ്പോവും. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഒരു 2 റോ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ബാക്ക് പോസ്റ്റ് സ്റ്റിച്ച് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ലാസ്റ്റ് ചെയിനിലും ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് കറക്റ്റ് താഴെ കിട്ടിയതുപോലെ 9 സ്റ്റിച്ചസും മുകളിൽ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയിനിൻ്റെ ഭാഗത്ത് കൗണ്ട് ചെയ്ത് നോക്കണം. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക് ആണ് കിട്ടുക. നേരെ ഓപ്പോസിറ്റാണ്. മറ്റേത് നമ്മൾ ചെയ്തപ്പോൾ ബാക്കിലാണ് ആ ഒരു വര പോലെ കണ്ടിട്ടുള്ളത് ഫ്രണ്ട് പോസ്റ്റിന്. ബാക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ വര പോലെ ഉള്ളത് ഫ്രണ്ടിൽ വരും. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്യുക. നമ്മൾ യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ
ആണ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. നമുക്ക് ബാക്ക് പോസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും കിട്ടി. ഇങ്ങനെ ബാക്ക് ഉണ്ടാവുക കേട്ടോ. മറ്റേതിൽ ഫ്രണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുക, ഇതിൽ ബാക്കാണ് ഇങ്ങനെ ഉണ്ടാവുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സിംഗിൾ ക്രോഷ്യ ബാക്ക് പോസ്റ്റ് സ്റ്റിച്ചാണ്. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്യുക. അതിലേക്ക് 1 2 3 4 5 6 7 8 9 10 10 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ലൈൻ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെ നമ്മൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം, ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പ് കുറഞ്ഞാണ് കാണുക. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് പഠിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് പഠിച്ചിട്ട് ആ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഭാഗമൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പമാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ്, ബാക്ക് വൈസ് ആയിട്ടുള്ള മെത്തേഡ് സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്റ്റിച്ചസ് പഠിപ്പിച്ച് തരാൻ, അതാണ് നമ്മളെ ലക്ഷ്യം. ഇപ്പോൾ കൗണ്ട് ചെയ്ത് നോക്കുക. 10 ചെയിൻ ചെയ്തതുകൊണ്ട് നമുക്ക് 9 സ്റ്റിച്ചസ് ആണ് കിട്ടുക. ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ താഴെ ഭാഗത്തു നിന്ന് സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ താഴത്തേക്ക് എടുക്കുക, യാൺ ഓവർ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. താഴെ ഭാഗത്ത് കൂടിയാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്, അതൊന്ന് ശ്രദ്ധിക്കണേ. അതുകൊണ്ട് ഈ ഒരു ഗ്യാപ്പ് ഒക്കെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ. എന്നിട്ട് മുകളിലേക്ക് വലിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ മറ്റേത് രണ്ടും പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നും. തൊട്ടടുത്ത ചെയിനിൽ താഴെ ഭാഗത്ത് കൂടി സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു മുകളിൽ കൂടി താഴത്തേക്ക് ഹുക്കിനെ വലിക്കുക. എന്നിട്ട് വീണ്ടും മുകളിലേക്ക് യാൺ ഓവർ ചെയ്ത് മുകളിലേക്ക് വലിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ബാക്ക് പോസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, താഴെ എത്ര സ്റ്റിച്ച് ഉണ്ടെന്ന് ആദ്യം നമ്മളൊന്ന് നോട്ടിൽ കൗണ്ട് ചെയ്തിട്ട് എഴുതി വെക്കണം കേട്ടോ. ആദ്യം ഞാൻ ഇങ്ങനെ എഴുതി വെക്കുക. ആദ്യം 11 ചെയിൻ സ്റ്റിച്ച് ഇട്ടു, അല്ലെങ്കിൽ 10 ചെയിൻ സ്റ്റിച്ച് ഇട്ടു. അത് കഴിഞ്ഞതിന് ശേഷം സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. എനിക്ക് ഒരു ഫസ്റ്റ് റൗണ്ടിൽ 10 ചെയിൻ സ്റ്റിച്ച് ഇടുമ്പോൾ 9 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. വീണ്ടും ഞാൻ ചെയിൻ 1 ചെയ്ത് വർക്ക് ടേൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ താഴെ ചെയ്ത സ്റ്റിച്ചിൻ്റെ നേരെ താഴത്ത് കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് മുകളിലേക്ക് എടുക്കുക. അതിന് ശേഷം ആ സ്റ്റിച്ചിൻ്റെ നേരെ താഴത്തേക്ക് ഹുക്ക് എടുക്കുക. എന്നിട്ട് യാൺ ഓവർ ചെയ്യുക, നേരെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടുമെന്ന് നമ്മൾ നോട്ടിൽ എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എഴുതണമെന്നില്ല, എങ്ങനെ എഴുതുമ്പോഴാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ ഒരു രീതിക്ക് എഴുതി വെക്കുക. ഇനി ലാസ്റ്റ് സ്റ്റിച്ചിലും നമ്മൾ ചെയ്യണം കേട്ടോ. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണേ. ഇതാണ് ഇതിൻ്റെ ബാക്കും, ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ടും ഉണ്ടാവുക. ചെയിൻ 1 ചെയ്യുക, നമുക്ക് യാൺ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഇത് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഫോട്ടോസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഉണ്ടാവുക. നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇതിൻ്റെ സ്റ്റിച്ചസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരിക കേട്ടോ. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കണേ.